ഞാൻ ദേ വീണ്ടും മണാലി വിശേഷമായിട്ട് വന്നേക്കുവാണ്. ഇതോടുകൂടി മണാലി വിശേഷങ്ങൾ തീർന്നു. ആരും എന്നെ ഓടിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ ഫോണിലെ ഗ്യാലറി ഇങ്ങനെ തപ്പി തപ്പി മറ്റേ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ എവിടെയും ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഇടാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഞാനിത് എഡിറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ മഞ്ഞിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു സ്നോമാൻ എന്ന് പറഞ്ഞൊരു സംഭവം? ആ സ്നോമാനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാനിങ്ങനെ പരിശ്രമിക്കുവാണ്. ഈ പിള്ളേർ ഇപ്പോൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിൻ്റെ അതും കണ്ടിട്ടുണ്ട് സ്നോമാൻ. അപ്പോൾ ഈ സ്നോമാനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആനിയും വന്നു. ആനി നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഞങ്ങളിങ്ങനെ ഒരു ഫാമിലി ആയിട്ടായിട്ട് പോയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അവളും ഞാനും കൂടെ ഇങ്ങനെ രണ്ടുപേരും കൂടെ സ്നോമാനെ റെഡിയാക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത്. കാരണം നമുക്ക് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പോലെയാണ് ഇതുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ രണ്ടുപേർക്കും അറിയത്തില്ല. ഈ ഗ്ലൗസ് ഇട്ടിട്ടും കൂടെ എനിക്ക് ഈ മഞ്ഞിൽ കുറേ നേരം ആയപ്പോഴേക്കും എൻ്റെ കൈ മറച്ചു. പക്ഷേ ആനിക്കാണെങ്കിൽ ഗ്ലൗസ് ഒന്നുമില്ല. അവൾ നോർമൽ ഒരു കുഴപ്പമില്ലാതെ ചെയ്തിട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കൈ മരയ്ക്കുന്നില്ലേടി, നിനക്ക് പ്രശ്നമൊന്നുമില്ലേന്ന്. അപ്പോൾ അവൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവൾക്കും കൈ മറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഈ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ കാണാറില്ല ഈ മഞ്ഞൊക്കെ കോരിയെടുക്കാൻ പറ്റുന്ന പൊടി പോലെയുള്ള അങ്ങനത്തെ മഞ്ഞല്ല ഇത്. നമ്മളിത് ചുരണ്ടി എടുക്കണം, എന്നാലാണ് ഇത് വിട്ടു പോരത്തുള്ളൂ. അത് എന്താണാവോ കുറേ നാളായിട്ട് കിടക്കുന്ന മഞ്ഞായതുകൊണ്ടായിരിക്കണം. കാരണം ഉറച്ചു പോയി കാണുമായിരിക്കും, ഈ ഐസായിട്ടിരിക്കുന്ന പോലത്തെ മഞ്ഞായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ സ്നോമാനെ ഉണ്ടാക്കി ഏകദേശം ഒരു ഷേപ്പ് വന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്നോമാനെ കണ്ടു കഴിഞ്ഞാൽ ഒരു താറാവിനെ പോലെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്നാ തോന്നിയെന്ന് പറയണം കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ തപ്പുമായിരുന്നു. ഈ സ്നോമാന് കണ്ണും മൂക്കും ഒക്കെ വെക്കണമല്ലോ. അങ്ങനെ തപ്പി നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ചവിട്ടിയുടെ ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മൂക്ക് വെച്ചേക്കുന്നത്. പിന്നെ പൈൻകായുടെ 2 പീസ് എടുത്ത് കണ്ണും വെച്ചു. പിന്നെ ആരുടെയോ ബെൽറ്റ് അവിടെ പൊട്ടിപ്പോയി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ബെൽറ്റ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു വള്ളി പോലെ ഷോള് പോലെ ഇട്ടിട്ടുണ്ട്. നമ്മളിതൊക്കെ ഉണ്ടാക്കാമെന്നുള്ള കണക്ക് കൂട്ടലിലല്ലല്ലോ പോയത്. അപ്പോൾ അവിടെ കിടന്ന സാധനങ്ങൾ തന്നെ എടുത്ത് നമ്മളിതെല്ലാം ഒരു സ്നോമാനെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പിള്ളേരെയും കാണിച്ചു കൊടുക്കാമല്ലോ. അവർ ഈ കാർട്ടൂണിലും ടി വിയിലും ഒക്കെ കണ്ടിരുന്ന സാധനത്തിന് നേരിട്ട് ഇതാമാനെ സ്നോമാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാമല്ലോ. പക്ഷേ അതിനൊരു കൗണ്ടർ വന്നു, ഇതാണോ സ്നോമാൻ, ഞങ്ങൾ കണ്ട സ്നോമാൻ ഇങ്ങനെയല്ലോ എന്നാണ് ഇസ എന്നോട് ചോദിച്ചത്. പിന്നെ സാരിയിൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മഞ്ഞ് കൂടെ സ്ലിപ്പറി ആവും. നല്ല സ്ലൈഡിൽ ഊർന്ന് വരുന്നത് പോലെ നമുക്ക് ഊർന്ന് വന്നുകൊണ്ടേയിരിക്കാം. പിന്നെ സ്നോമാൻ്റെ അവസാന മിനുക്കുമണികളിലേക്ക് നമ്മൾ എത്തി കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയാണ്. പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ളൊരു മെനി ഉണ്ടാവില്ല എന്ന്. അതിൻ്റെ ഇടയ്ക്ക് സ്ലിപ്പറി ആവുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പിള്ളേർക്കൊന്ന് സ്ലൈഡിൽ ഊർന്ന് വരുന്നത് പോലെ സ്നോയിൽ ഊർന്ന് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഇസ ഇടയ്ക്ക് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എയ്ഡൻ ഇടയ്ക്ക് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാനം നമ്മുടെ സ്നോമാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് സ്നോമാൻ, കൊള്ളാമോ? ഏകദേശം ഒരു സ്നോമാനൊക്കെ ആയില്ലേ?